ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. ഞാൻ അടുത്ത കുറിപ്പിലേക്ക് കടക്കുകയാണ്. ഹിന്ദുക്കൾ മറ്റു മതക്കാരെ ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ടോ? ഇത് ഇവരുടെ ഒരു ഭയങ്കരമായ അവകാശവാദമാണ്, ഭയങ്കരമായ പൊങ്ങച്ചമാണ്. ഹിന്ദുക്കൾ ഭയങ്കര മനോവിശാലതയുള്ളവരായിരുന്നു, അവരെല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്തു എന്നുള്ളതൊക്കെ അത് വളരെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്, വളരെ തെറ്റായ പ്രസ്താവനയാണ്. ഇവർ ഹിന്ദു എന്ന് പറയുമ്പോൾ ഈ വേദാന്ത മതത്തിനെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇവരിത് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേദാന്ത മതത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയാണ്, ആര്യാവർത്തമാണ്. ആര്യാവർത്തത്തിനകത്തേക്ക് ഒരാളെ പോലും അവർ സ്വാഗതം ചെയ്തിട്ടില്ല, ഒരൊറ്റ എണ്ണത്തിനെ പോലും. അവിടെ വന്നതെല്ലാം ആക്രമണങ്ങളിലൂടെയാണ് ആര്യാവർത്തത്തിനകത്തേക്ക് അവർ വന്നത്. മുസ്ലിങ്ങളുടെ ഇത് നോക്കിയാൽ നമുക്കറിയാം. പക്ഷേ ഈ ദക്ഷിണേന്ത്യയിൽ അങ്ങനെയല്ല. ദക്ഷിണേന്ത്യയിൽ സ്വാഗതം ചെയ്തു, പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നത് വേദാന്ത മതക്കാരല്ല, ഇവിടെ ഉണ്ടായിരുന്നത് ദ്രാവിഡരും ആദിദ്രാവിഡരുമാണ്. അപ്പോൾ ആദിദ്രാവിഡരും ദ്രാവിഡരും അവർ ശരിയാണ്, അവർ തുറന്ന വിശാല മനസ്സുള്ളവരായിരുന്നു. ഇവിടേക്ക് വരുന്ന ആരെയും അവർ സ്വാഗതം ചെയ്തു. യഹൂദന്മാർ വന്നപ്പോൾ യഹൂദന്മാരെ സ്വാഗതം ചെയ്തു, ബുദ്ധന്മാർ വന്നപ്പോൾ ബുദ്ധന്മാരെ സ്വാഗതം ചെയ്തു, ജൈനന്മാരെ സ്വാഗതം ചെയ്തു, ക്രിസ്ത്യാനികളെ സ്വാഗതം ചെയ്തു, മുസ്ലിങ്ങളെ സ്വാഗതം ചെയ്തു, വേദാന്ത മതക്കാർ വന്നപ്പോൾ അവരെയും സ്വാഗതം ചെയ്തു. ദ്രാവിഡന്മാരും ആദിദ്രാവിഡന്മാരും അങ്ങനെ ചെയ്തു, അത് ശരിയാണ്. അവർ ചെയ്ത ആ സംഗതിയുടെ ക്രെഡിറ്റാണ് ഇവന്മാർ അടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നത്. മനസ്സിലായോ? ഹിന്ദുക്കളല്ല അത് ചെയ്തത്, അത് ദ്രാവിഡന്മാരും ആദിദ്രാവിഡന്മാരുമാണ്. ഈ ജാതി ഹിന്ദുക്കൾ, സവർണ ഹിന്ദുക്കൾ അല്ലെങ്കിൽ വേദാന്ത മതക്കാർ ഒരിക്കലും അങ്ങനെയുള്ളൊരു കാര്യം ചെയ്തിട്ടില്ല. മാത്രമല്ല അവരിവിടേക്ക് വന്നു കഴിഞ്ഞ് ഇവിടെയുള്ള ആദിദ്രാവിഡർ അവരെ സ്വാഗതം ചെയ്തു, എല്ലാവരെയും സ്വാഗതം ചെയ്തു. ആ സ്വാഗതം ചെയ്തതിൽ അവരോട് ഏറ്റവും കൂടുതൽ ക്രൂരമായി പെരുമാറിയിട്ടുള്ളത്, അവരോട് ഏറ്റവും കൂടുതൽ ദുഷ്ടത പ്രവർത്തിച്ചിട്ടുള്ളത്, അവരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയിട്ടുള്ളത് വേദാന്ത മതക്കാരാണ്. അവരാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ സാമൂഹിക സ്ഥിതി സമത്വത്തെ അട്ടിമറിച്ച് കളഞ്ഞത്. മറ്റൊരു കൂട്ടരും ചെയ്തിട്ടില്ല. തങ്ങളെ സ്വാഗതം ചെയ്ത ഈ ദ്രാവിഡരോടും ആദിദ്രാവിഡരോടും ഏറ്റവും കൂടുതൽ നന്ദികേട് കാണിച്ചിട്ടുള്ളത് വേദാന്ത മതക്കാരാണ്. എന്നിട്ടാണ് അവർ ഈ ദ്രാവിഡരുടെയൊക്കെ ചെലവിൽ ഞങ്ങൾ വലിയ വിശാല മനസ്കരാണ്, ഞങ്ങളെല്ലാ കൂട്ടരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്തിരുന്നുവെന്ന് ഇത് നമ്മളോട് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതൊക്കെ എട്ടുകാലി മമ്മൂഞ്ഞീസ് എന്ന് പറയും. മറ്റുള്ളവർ ചെയ്തതൊക്കെ സ്വന്തം അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കുന്നത്, അതാണ് ഇവരിവിടെ ചെയ്യുന്നത്. ഞാൻ അതും കൂടി പറഞ്ഞ് അടുത്ത കുറിപ്പിലേക്ക് കിടക്കുകയാണ്. അവർണർ എങ്ങനെയാണ് അവർ പോലും അറിയാതെ കൂട്ടമതം മാറ്റത്തിന് വിധേയമായതെന്നുള്ളതാണ് ഈ കുറിപ്പിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് ചരിത്രമായിട്ട് വളരെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നൊരു പ്രശ്നമാണ്. ഇതൊരു കൃത്യമായിട്ട് ചരിത്രത്തെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യം നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ടും പറ്റുകയുള്ളൂ. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകർത്താക്കൾ അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടി ഈ അവർണരെയൊക്കെ ഹിന്ദുക്കളായിട്ട് പരിഗണിച്ച് ഹിന്ദു മതത്തിലേക്ക് കൂട്ടിയിരുന്നു അവർ. പക്ഷേ ഇവിടെയുള്ള വേദാന്ത മതക്കാർ അവർ സ്വയം തങ്ങളെ ഹിന്ദു എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് ലാഭകരമായ ഏർപ്പാടാണ്, ഭാവിയിൽ ഇത് ഞങ്ങളുടെ മക്കൾക്ക് ഗുണം ചെയ്യുന്നവർക്ക് മനസ്സിലായി. കാരണം ഹിന്ദു എന്ന് പറഞ്ഞാൽ അതുവരേക്കും എല്ലാവർക്കും അവകാശപ്പെടാവുന്ന ഒരു കോമൺ നെയിം, ഒരു വിശേഷണമായിരുന്നു. അത് എല്ലാവർക്കും അവകാശപ്പെടാൻ പറ്റാവുന്നില്ല. ഞാൻ ഹിന്ദു എന്ന് എല്ലാവർക്കും പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് അതൊരു വിഭാഗത്തിന് മാത്രമായി ഞാൻ ഹിന്ദു എന്ന് പറയാൻ പറ്റുന്ന ലെവലിലേക്കായത്. അതൊരു മതത്തിൻ്റെ ഇതിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ കാലം കുറേ കഴിഞ്ഞാൽ, നൂറ്റാണ്ടുകൾ ചിലത് കഴിഞ്ഞാൽ തങ്ങളുടെ മക്കൾക്ക് പറയാം ഞങ്ങളാണ് ഇവിടെ പണ്ട് മുതലേ ഉള്ളത്, പണ്ട് മുതലേ ഇവിടെ ഈ ഭാഗത്തുള്ളവരെ ഹിന്ദു എന്ന് വിളിച്ചിട്ടുണ്ട്, അത് ഞങ്ങളുടെ പൂർവികരെയാണ്, ഞങ്ങൾ പണ്ട് മുതലേ ഉള്ളതാണെന്ന് പറയാം എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ വളരെ സന്തോഷത്തോടുകൂടെ ബ്രിട്ടീഷുകാർ ചെയ്ത ഈ കാര്യത്തെ അവർ ഏറ്റെടുത്ത് അവർ അംഗീകരിച്ച് സ്വയം ഹിന്ദുക്കളെന്ന് വിളിക്കാൻ തുടങ്ങി. എന്നാൽ അവർ ഈ അവർണ വിഭാഗങ്ങളെ ഒന്നും ഹിന്ദുവായിട്ട് പരിഗണിച്ചിട്ടേ ഇല്ല. അവർ ഹിന്ദുക്കളല്ല, ഹിന്ദു മതത്തിൽ ഉൾപ്പെട്ടവരല്ല എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ പരിഗണിച്ചത്. അവർ ആ ചെയ്ത കാര്യം അവരുടെ പ്രമാണം അനുസരിച്ച് ശരിയുമാണ്. അവരുടെ പ്രമാണം അനുസരിച്ച് ഇവർ പുറത്തുള്ളവരാണ്. നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് ഇന്നൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് കാണാം. ശബരിമലയെ കാണുകയില്ല, എന്നാൽ പല പ്രമുഖ ക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗുരുവായൂർ അമ്പലത്തിൽ പോയി കാണാം, അവിടെ തിരുവനന്തപുരത്ത് പോയാൽ കാണാം, പലയിടത്തും കാണാം. ക്ഷേത്രപ്രവേശന വിളംബരം വന്നതിന് ശേഷമാണ് ഉള്ള അർത്ഥമല്ല അതിന് മുമ്പ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ ആ ബോർഡ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ക്രിസ്ത്യാനിക്ക് പ്രവേശനമില്ല, മുസ്ലിമിന് പ്രവേശനമില്ല, യഹൂദന് പ്രവേശനമില്ല, അല്ലെങ്കിൽ
പാഴ്സിക്കാരന് അങ്ങനെയുള്ളതാണ്. ഹിന്ദു മതത്തിൽ ഉൾപ്പെടാത്തവന് പ്രവേശനമില്ല എന്നാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പക്ഷേ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് അതല്ല. അന്ന് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈഴവന് പ്രവേശനമില്ല, പുലയന് പ്രവേശനമില്ല, പറയന് പ്രവേശനമില്ല, വേട്ടുവിന് പ്രവേശനമില്ല, കുറവന് പ്രവേശനമില്ല, അങ്ങനെയാണ്. അതായത് ഇന്ന് ഹിന്ദുവായിട്ട് പരിഗണിക്കപ്പെടുന്ന ആ കൂട്ടർക്ക് അന്ന് അവിടെ പ്രവേശനം ഉണ്ടായില്ല. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇവരെയൊക്കെ അന്ന് അഹിന്ദുവായിട്ടാണ് പരിഗണിച്ചിരുന്നത്. പറഞ്ഞ ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവരെല്ലാം അഹിന്ദുവായിട്ടാണ് അന്ന് അവരെ പരിഗണിച്ചിരുന്നത്. പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് അതിനകത്തേക്ക് കടക്കാൻ പറ്റിയത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അഹിന്ദു എന്നുള്ളതിൻ്റെ നിർവചനം മാറി. ഈ കൂട്ടരൊക്കെ ഒഴികെ മറ്റ് വിഭാഗങ്ങൾ എന്നുള്ള നിലയിലേക്ക് അത് മാറി. ഇവർ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന കേസ് ഇത് തന്നെയാണ്. നിങ്ങളുടെയും ഞങ്ങളുടെയും ദൈവങ്ങൾ വ്യത്യസ്തമാണ്. വേദാന്ത മതക്കാർ ഇവരോട് പറഞ്ഞിരുന്നത്, ഞങ്ങൾ യാഗങ്ങൾ അർപ്പിക്കുന്നവരാണ്, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ യാഗങ്ങൾ അർപ്പിക്കും, നിങ്ങൾ അങ്ങനെയുള്ളവരല്ല, നിങ്ങൾ ഈ മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാക്കളെയൊക്കെ പൂജിച്ച് നടക്കുന്നവരാണ്, നിങ്ങളും ഞങ്ങളും വ്യത്യസ്തമാണ് എന്നുള്ള നില തന്നെ പറഞ്ഞിരുന്നത്. അത് ബ്രിട്ടീഷുകാർ ഈ ആംഗ്ലോ ഹിന്ദു ലോ ഉണ്ടാക്കിയതിന് ശേഷവും അവരുടെ നിലപാടിൽ മാറ്റം വന്നില്ല. അവരങ്ങനെ തന്നെ ഇവരോട് പരിഗണിച്ചുകൊണ്ടിരുന്നത്. അതറിയാൻ വേണ്ടിയിട്ട് ചില അംബേദ്കർ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അംബേദ്കർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഇവർ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആളുകളോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വെറുതെ ഒന്ന് വായിച്ചു പോകണമെങ്കിൽ തന്നെ എനിക്ക് മാസങ്ങൾ പിടിക്കും, അത്രമാത്രം കളക്ഷൻസ് എൻ്റെ കൈവശം ഉണ്ടെന്ന് അംബേദ്കർ ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അംബേദ്കറുടെ ചില മലയാളത്തിൽ അത് ഇറങ്ങിയിട്ടുണ്ട്, അംബേദ്കറുടെ സമ്പൂർണ്ണ കൃതികൾ 9ാം വാല്യത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ വായിക്കാനായിട്ട് പോകുന്നത്. അവിടെ 1928 ഫെബ്രുവരി 26 പ്രതാപ് എന്ന് പറയുന്ന പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഈ വേദാന്ത മതക്കാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാൽ ഹിന്ദു മതക്കാരെന്ന് വിളിക്കപ്പെട്ട ഈ കൂട്ടർ മറ്റേ കൂട്ടർ അംഗീകരിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ ഒരു അവകാശത്തെയും യാതൊരു വിധമായ പൗരാവകാശത്തെയും അവർ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഈ അമ്പലത്തിനകത്തേക്ക് കയറുന്നത് മാത്രമല്ല, നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരമായിരിക്കും നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അമ്പലത്തിൽ മാത്രം കയറ്റായിരുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇല്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിച്ചിരുന്നില്ല അവർ. ആഹാരത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ള വിഷയത്തിൽ ഞാൻ മുമ്പ് തിരുവനന്തപുരത്ത് അവതരിപ്പിച്ച പ്രബന്ധത്തിൽ കുറച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വേറെ ചില കാര്യങ്ങൾ പറയാം. ഈ പ്രതാപ് 1928 ഫെബ്രുവരി 26 പ്രതാപ് പത്രത്തിൽ വന്ന കാര്യം അംബേദ്കർ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ജോധ്പൂർ സംസ്ഥാനത്ത് ചണ്ടാവല എന്ന സ്ഥലത്ത് ഹരിജനങ്ങൾക്ക് ഹൽവ തിന്നാൻ അവകാശമില്ലെന്ന് വിശ്വസിക്കുന്ന ജാതി ഹിന്ദുക്കളെ നിങ്ങൾക്കിപ്പോഴും കാണാം. അവിടുത്തെ അസ്പൃശ്യ ജാതികളിലൊന്നായ സർഗരോസകൾ കുറച്ചുനാൾ മുൻപ് 2-3 പെൺകുട്ടികളുടെ വിവാഹാവസരങ്ങളിൽ വിവാഹ പാർട്ടിയിലെ അംഗങ്ങൾക്ക് വേണ്ടി ഹൽവയുണ്ടാക്കി. അതിനുള്ള മൈദ കൊണ്ടുവന്നത് ഠാക്കൂർ സാഹിബിൻ്റെ കടയിൽ നിന്നാണ്. വിവാഹ പാർട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചണ്ടാവലയിലെ കൻവർ സാഹിബിൻ്റെ ഉത്തരവ് വന്നു, സർഗരോസുകൾ ഹലുവ തിന്നരുത്. കൻവർ സാഹിബിന് 200 രൂപ കൊടുക്കുകയാണെങ്കിൽ അലുവ തിന്നാൻ അദ്ദേഹം അനുമതി നൽകുമെന്ന് അദ്ദേഹത്തിൻ്റെ പാദസേവകരിൽ ചിലർ അറിയിച്ചു. അത് കേട്ട സർഗരോസുകൾ കോപം കൊണ്ട് വിറച്ചു. അവർ പണം കൊടുക്കാൻ തയ്യാറായില്ല. അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വാല്യം 9 പേജ് 60. ഇത് ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. ഇത് ഒരെണ്ണമെന്നല്ല, ഇത് ഇങ്ങനത്തെ കുറേ തെളിവുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ ഒരെണ്ണം മാത്രമേ ഇവിടെ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരെണ്ണം എടുത്തുന്നുള്ളൂ. ഇനി വെള്ളംകുടിയുടെ കാര്യം നോക്കിയാൽ വെള്ളത്തിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. വീണ്ടും അംബേദ്കർ ഈ 1923 ഫെബ്രുവരി 12 ഇതേ പ്രതാപ് പത്രത്തിൽ വന്നത് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുകയാണ്. മഹാശയ ചെഡ്ഡിലാൽജിയുടെ റിപ്പോർട്ട്. വിഗ്രഹാരാധനയ്ക്ക് പോവുകയായിരുന്ന ഒരു ചമാർ എന്ന് പറയുന്ന ഒരു ജാതിക്കാരനാണ്. ചമാർ വഴിക്ക് വെച്ച് ദാഹം തോന്നിയപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ബക്കറ്റ് കൊണ്ട് അടുത്ത് കണ്ട കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തു. ഈ സംഭവത്തിൽ കോപം കൊണ്ട ഉന്നതനായ ഒരു ജാതി ഹിന്ദു ചമാറെ പുലഭ്യം പറഞ്ഞ് മർദ്ദിച്ചവശനാക്കി ഒരു മുറിയിലിട്ട് പൂട്ടി. ഈ സമയം ഞാൻ അതുവഴി കടന്നു പോവുകയായിരുന്നു. എന്തിനാണ് ഈ മനുഷ്യനെ മുറിയിൽ ബന്ധിച്ചിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അയാൾ ഞങ്ങളുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയത് ഞങ്ങളുടെ മതത്തെ നിന്ദിക്കാനായിരുന്നു എന്നാണ് ദിവാൻ സാഹിബിൻ്റെ മറുപടി. അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വാല്യം 9 പേജ് 43. അപ്പോൾ അവർ വെള്ളം കുടിക്കുന്ന കിണറ്റിൽ നിന്ന്, സർക്കാർ കിണറാണ്, പൊതു കിണറാണ്. അപ്പോൾ ഇവർ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന കിണർ, അതിൽ നിന്ന് ഇദ്ദേഹം പോയി വെള്ളം എടുത്തു കഴിഞ്ഞപ്പോൾ അത് അവരുടെ മതത്തെ നിന്ദിക്കുന്നതായിട്ട് അവർ തോന്നി. ഞങ്ങളുടെ മതത്തെ ഇവൻ നിന്ദിച്ചു, അപ്പോൾ ഇവൻ മറ്റൊരു മതത്തിൽപ്പെട്ടവനാണെന്നാണ് പറയുന്നത്. ഇവരൊരിക്കലും ഇവരെ ഹിന്ദുക്കളായിട്ട് അവർ പരിഗണിച്ചിരുന്നില്ല. ഇനി വെള്ളമെടുക്കുന്നത് മാത്രമല്ല, സ്വന്തമായിട്ട് ഒരു കിണർ കുഴിക്കാൻ പോലും ഇവർ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ സ്വന്തമായിട്ടൊരു കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അവൻ ഹിന്ദുവായി തീരാനുള്ള ശ്രമത്തിലാണെന്നിട്ടാണ് അവർ പരിഗണിക്കുന്നത്. മിലാബ് എന്ന് പറയുന്ന പത്രത്തിൽ 1934 ജൂൺ 6 മിലാബ് പത്രത്തിൽ വന്നൊരു സംഭവം അംബേദ്കർ ഉദ്ധരിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ അച്യുത് ഉദ്ധാര കമ്മിറ്റി പ്രസിഡന്റ് ലാലാറാം പ്രസാദ് ജി എഴുതുന്നു, ഈ ചൂടുകാലത്ത് വെള്ളം കിട്ടുക എന്നത് വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു. ഇതേക്കുറിച്ച് പലയിടത്തു നിന്നും പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തമായി കിണറുകളില്ലാത്ത അധസ്ഥിത വിഭാഗങ്ങൾ കയ്യിൽ പാത്രങ്ങളുമായി മറ്റുള്ളവരുടെ കിണറുകൾക്കരികിൽ കുത്തിയിരിക്കുന്നു. ആർക്കെങ്കിലും ദയ തോന്നി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഭാഗ്യം.
അല്ലെങ്കിൽ അതേപടി നിസ്സഹായരായി അവർ അവിടെ തന്നെ ഇരിക്കും. ചിലയിടങ്ങളിൽ പണം കൊടുത്താൽ പോലും ഇവർക്ക് വെള്ളമൊഴിച്ചു കൊടുക്കരുതെന്ന് വിലക്കിയിരിക്കുകയാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ കൊടിയ യുദ്ധമാണ്. പിന്നെ കിണറുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, സ്വന്തം പണം കൊണ്ട് കിണറുകൾ കുഴിക്കാനും അവരെ അനുവദിക്കുന്നില്ല. അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വാല്യം 9 പേജ് 44. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചിരുന്നില്ല. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും ഇഷ്ടമുള്ള ആഹാരം വാങ്ങി കഴിക്കാൻ സമ്മതിച്ചില്ല. അലുവ കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. വെള്ളം കുടിക്കാൻ അവർ സമ്മതിച്ചില്ല. വെള്ളം കുടിയുടെ കേസ് ഇതുപോലെ ധാരാളമുണ്ട് അതിനകത്ത്. ഇനി അതുമാത്രമല്ല, വിദ്യാഭ്യസിക്കാനും ഇത് തന്നെയാണ്. വിദ്യാഭ്യസിക്കാൻ ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അല്പം ചരിത്രബോധമുള്ള എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ, ഉത്തരേന്ത്യയിലേക്കൊന്നും പോകണ്ട, കേരളത്തിൽ തന്നെ സ്കൂൾ കത്തിച്ചിട്ടുണ്ട് നായന്മാർ. ഊരൂട്ടമ്പലം സ്കൂള്, തിരുവനന്തപുരം ജില്ലയിലുള്ള ഊരൂട്ടമ്പലത്ത്, നെയ്യാറ്റിൻകരയ്ക്കടുത്താണ്. ഊരൂട്ടമ്പലത്ത് അവിടെ പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിയെയും കൊണ്ട് അയ്യങ്കാളി ചേർക്കാൻ വേണ്ടി ചെന്നതാണ്. അവിടെ ഭയങ്കര ലഹള ഉണ്ടായി അതിൻ്റെ പേരിൽ. അവസാനം ആ സ്കൂളൊക്കെ കത്തിച്ച് കളഞ്ഞു അവർ. അതുപോലെ 1905 ഉരുട്ടമ്പലം ലഹള 1915 അതിന് 10 വർഷം മുമ്പ് 1905 നായർ ഈഴവ ലഹള ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയും കാരണം ഇത് തന്നെയാണ്. ഈഴവർ സ്കൂളിൽ പഠിക്കാൻ പോയി. അതിനു മുമ്പ് ഇവർ പഠിപ്പിച്ചിട്ടുണ്ട്. 1805 മുതലൊക്കെ നമ്മൾ കാണുന്നുണ്ട് റിങ്കിൾ ടോപ്പൊക്കെ അവിടെ ചെന്ന് സ്കൂളൊക്കെ തുടങ്ങിയത്. ക്രിസ്ത്യാനികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ല, ഇത് സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി. അപ്പോൾ 1909 മിഷണറിമാരുടെ ശ്രമഫലമായിട്ട് തിരുവിതാംകൂർ സർക്കാരിന് ഉത്തരവ് വന്നു, പുലയർക്കെല്ലാം സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കാം എന്ന് പറഞ്ഞ്. സർക്കാർ അവിടെ ഉത്തരവിട്ടെങ്കിലും അത് ഉദ്യോഗസ്ഥ വൃന്ദം അത് പൂഴ്ത്തി വെച്ചു. സാധാരണക്കാരിലേക്ക് ആ വിഷയം എത്തിയില്ല. അതുകൊണ്ട് ആരും അറിഞ്ഞില്ല. അന്ന് ഈ ചണ്ട കൊട്ടിയിട്ടൊക്കെയാണ് ഉത്തരവ് അറിയിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പൂഴ്ത്തി വെച്ചതുകൊണ്ട്, ഉദ്യോഗസ്ഥന്മാരെല്ലാം സവർണരാണ്, അവർ പൂഴ്ത്തി വെച്ചുകൊണ്ട് അറിഞ്ഞില്ല. അപ്പോൾ മിഷണറിമാർ പിന്നെ ഇടപെട്ടു. അവർ പിന്നെയും പോയിട്ട് പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കർശനമായ വിധത്തിൽ 1910 അടുത്ത ഉത്തരവ് വന്നു. പുലയ കുട്ടികളെ സർക്കാർ സ്കൂളിൽ ചേർക്കാൻ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട്. അത് വന്നു കഴിഞ്ഞപ്പോൾ 1910 ജനുവരിയിൽ ആ ഉത്തരവ് വന്ന് അത് നടപ്പാക്കുമെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മളിന്ന് വളരെയധികം പ്രകീർത്തിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറയുന്ന ആൾ. സ്വദേശാഭിമാനി പത്രം നടത്തിയിരുന്ന ആളാണ്. തിരുവിതാംകൂർ ദിവാനെയൊക്കെ വിമർശിക്കുകയും രാജഭരണത്തിനെതിരെ എഴുതുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നാട് കടത്തി എന്ന് നമ്മൾ പൊതുവേ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു വലിയ ധീരരാജ്യസ്നേഹിയൊക്കെ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. പുരോഗമനകാരിയാണ് അദ്ദേഹം. മാർക്സിൻ്റെ ജീവചരിത്രമൊക്കെ മലയാളത്തിലേക്ക് ആദ്യമായിട്ട് പരിഭാഷപ്പെടുത്തിയതൊക്കെ അദ്ദേഹമാണ്. വളരെ പുരോഗമനകാരിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഈ സംഗതിയെക്കുറിച്ച് 1910 ജനുവരിയിൽ പുലയ കുട്ടികളെ സ്കൂളിൽ ചേർക്കാമെന്ന് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ഉത്തരവ് വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് അദ്ദേഹം 1910 മാർച്ച് 2, മാർച്ച് 4, മാർച്ച് 7 3 ലക്കങ്ങളിൽ, തുടർച്ചയായ 3 ലക്കങ്ങളിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് മുഖപ്രസംഗം എഴുതിയിരുന്നു. ഇത് പുരോഗമനവാദിയായിട്ട് ഇന്ന് മലയാളികൾ കൊണ്ടാടുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഞാനീ പറയാൻ പോകുന്നത്. സ്വദേശാഭിമാനി പത്രത്തിനകത്ത് അദ്ദേഹം മുഖപ്രസംഗം എഴുതി. പുലയ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ എതിർത്തുകൊണ്ടാണ് ഈ മുഖപ്രസംഗം വരുന്നത്. അത് കേവലം ഒരു എതിർപ്പല്ല. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര പച്ചയായിട്ട് ജാതിവെറി ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്ന ഒരു വാർത്ത നിങ്ങൾ വേറെ ഒരിടത്തും കാണുകയില്ല. അതുപോലെയുള്ള സാധനം ഈ ദളിത് കുട്ടികളെ സവർണ്ണ കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിക്കുന്നതിന് അദ്ദേഹം ഉപമിച്ചത് പോത്തിനെയും കുതിരയെയും ഒരേ നുകത്തി കെട്ടി ഉഴുന്നൂന്നാണ്. കുതിരനെയും പോത്തിനെയും ഒരേ നുകത്തി കെട്ടി ഉഴുന്നൂന്നാണ് അദ്ദേഹത്തിൻ്റെ ആ മുഖപ്രസംഗങ്ങളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ നയം സാമുദായികമായ മനഃശാസ്ത്രത്തിനും സദാചാരശാസ്ത്രത്തിനും വിരുദ്ധമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ നയം പുലയക്കുട്ടികൾക്കും പറയക്കുട്ടികൾക്കും ജ്ഞാനവിഷയത്തിൽ താണവരായ മറ്റ് ജാതിക്കാർക്കും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. മനുഷ്യവർഗത്തിൽ ഒരാളും മറ്റൊരാളും തമ്മിലുള്ള ശാരീരികമായ വ്യത്യാസത്തെ ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ അനേക ശതാബ്ദക്കാലമായി പാരമ്പര്യസിദ്ധമായിട്ടുള്ള ബുദ്ധിസംബന്ധമായ വ്യത്യാസത്തെ വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല. എത്രയോ തലമുറകളായി ബുദ്ധി കൃഷി ചെയ്തു വന്നിട്ടുള്ള ജാതിക്കാരെയും അതിനേക്കാൾ എത്രയോ ഏറെ തലമുറകളായി നിലം കൃഷി ചെയ്തു വന്നിരിക്കുന്ന ജാതിക്കാരെയും തമ്മിൽ ബുദ്ധിക്കാര്യത്തിൽ ഒന്നായി ചേർക്കുന്നത് കുതിരയെയും പോത്തിനെയും ഒരേ നുകത്തിൽ കെട്ടുകയാകുന്നു. ഈ നയം പുലയക്കുട്ടികൾക്കും പറയക്കുട്ടികൾക്കും ജ്ഞാനവിഷയത്തിൽ താണവരായ മറ്റു ജാതിക്കാർക്കും എന്തെങ്കിലും ഗുണം ചെയ്യുന്നതാണെങ്കിൽ അതിനേക്കാളേറെ ദോഷം അവർക്കുണ്ടാക്കുന്നതാണെന്നും ഇതര ജാതി കുട്ടികൾക്ക് തീരെ ദോഷത്തിന് മാത്രമാണ് കാരണമായിട്ടുള്ളതെന്നും ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. സ്വദേശാഭിമാനി 1910 മാർച്ച് 2 മുഖപ്രസംഗത്തിൽ നിന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ലക്ക, അത് കഴിഞ്ഞിട്ട് മാർച്ച് 4 വന്ന രണ്ടാമത്തെ ലക്കത്തിൽ അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത് കാണാം. നല്ലവണ്ണം ഉണങ്ങിയ വെടിമരുന്നിൻ്റെയും അതിനരികിൽ പലതരത്തിൽ ഉണക്ക് കുറഞ്ഞതും നനവ് തട്ടിയതുമായ വെടിമരുന്നുകളെയും നിരത്തിവെച്ച് എല്ലാത്തിനെയും ഒരേ വാലിട്ട് ഒരേ അഗ്രത്തിൽ ചേർത്ത് ഈ അഗ്രസ്ഥാനത്ത് കൊള്ളിവെക്കുന്നത് പോലെയായിരിക്കും ഇത്.
വെടിമരുന്ന് നനഞ്ഞതും ഉണങ്ങിയതും കൂടി ഒരുമിച്ച് ചേർന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? പൊട്ടിത്തെറിക്കില്ല, കത്തുകയില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. ഇത് മാർച്ച് 4-ലെയാണ്. ഇനി മാർച്ച് 7-ൽ വീണ്ടും അദ്ദേഹം അടുത്ത ഒരു ഉപമ കൊണ്ടുവരുന്നുണ്ട്. ഉപമയല്ല, ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പുലയനും പറയനും എത്രയോ ശതവർഷമായി നിലം കൃഷിയെ തൊഴിലാക്കിയും ഹിന്ദുക്കളിൽ പലർക്കും എന്ന് മാത്രമല്ല മറ്റു പല മതക്കാർക്കും ബീഭത്സ കുൽസിതമായ നടപടികൾ ആചരിച്ചും വന്നിരിക്കുന്നവരാണ് അവർ. അതായത് മറ്റുള്ളവരെയും ഈ ഹിന്ദുക്കൾക്കും മറ്റു മതക്കാർക്കുമൊക്കെ പാദസേവ ചെയ്ത് ഏറ്റവും താണ തൊഴിൽ ചെയ്തുകൊണ്ട് വന്നവരാണ്. അവരത് തന്നെ തുടരുന്നതാണ് നല്ലത്. അവർ പഠിക്കാൻ പോകരുതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ ഈ രാമകൃഷ്ണപിള്ളനെ ഉദ്ധരിച്ചതിന് കാരണമുണ്ട്. ഇദ്ദേഹം പുരോഗമനവാദിയായിട്ട് അറിയപ്പെടുന്ന ആളാണ്. പുരോഗമനവാദി എന്ന് പറയുന്ന ആളുടെ ഉള്ളിൽ ഇങ്ങനെയാണുള്ളതെങ്കിൽ ബാക്കി ജവി കൂടെയുള്ള മറ്റു പിള്ളമാരുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്ക്. അവരുടെയൊക്കെ മനസ്സെങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇനി ഉത്തരേന്ത്യയിൽ ഇതിനേക്കാളും കഷ്ടമാണ്. ഉത്തരേന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നത് മധ്യപ്രദേശിലെ ഒരു ജില്ലയിൽ നടന്ന കാര്യത്തെക്കുറിച്ച് അംബേദ്കർ പറയുന്നുണ്ട്. അവിടെ ഇതേപോലെ തന്നെ ചില കുട്ടികളെ അസ്പൃശ്യർ സ്കൂളിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോൾ അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, ഗ്രാമവാസികൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, പോകുന്നു. പക്ഷേ ചില ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണൻ വേറൊരാളെ അടിച്ചു, പ്രശ്നമൊക്കെയായി. അപ്പോൾ ഈ ഗ്രാമവാസികൾ പുരുഷന്മാരെല്ലാം കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കേസ് കൊടുക്കാൻ. പുരുഷന്മാരെല്ലാം ഗ്രാമത്തിൽ നിന്ന് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റൊരു വന്ന് ഇവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു, കുറേ പേരെ കൊല്ലുകയൊക്കെ ചെയ്തു. എന്നിട്ട് രാത്രി ആയി കഴിഞ്ഞപ്പോൾ കാത്തു നിൽക്കുകയാണ് ഇവർ, അവിടെ പോയവർ തിരിച്ചു വരുമ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇവിടെ നിന്ന് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ പോയിട്ട് വേറെ വഴി കൂടെ പോയിട്ട് അവരോട് കാര്യം പറഞ്ഞു. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് പിന്നെ അവർ അപ്പോൾ വന്നില്ല. അവിടെ കിടന്ന് നേരം വെളുക്കാനായി പോയി. മറ്റൊരു കുറേ നേരം കാത്തു നിന്ന് ഇവരെ കാണാതെ അവർ തിരിച്ചു പോയി. പിന്നെ രാവിലെ ഒരു 3-3:30 ആയി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് ഈ വീട്ടിലേക്ക് ഇവരെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇത് സർക്കാർ അറിഞ്ഞ് കേസെടുത്ത് പ്രശ്നമായി. അപ്പോൾ ഇവർ ചെയ്ത കാര്യം, ഈ ദളിത് വിഭാഗക്കാർക്ക് കുടിക്കാൻ, ദളിത് ഗ്രാമത്തിലുള്ളവർക്ക് കുടിക്കാൻ വേണ്ടി അവിടെ ഒരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്നാണ് ഇവരെല്ലാവരും വെള്ളം എടുക്കുന്നത്. ജാതി ഹിന്ദുക്കൾ വന്നിട്ട്, വേദാന്ത മതക്കാരുടെ പിൻഗാമികൾ, ബ്രിട്ടീഷുകാർ ഹിന്ദുക്കളെന്ന് വിളിച്ച് ആ കൂട്ടർ വന്നിട്ട് ഇവരുടെ കിണറ്റിൽ മണ്ണെണ്ണ കലക്കി, മണ്ണെണ്ണ ഒഴിച്ചു. ഇവരൊരു കണക്കിന് അതൊക്കെ വൃത്തിയാക്കിയെടുത്തു. പക്ഷെ വീണ്ടും ഒഴിച്ചു. ഒരു പ്രാവശ്യമല്ല, പലവട്ടം അവർ ഒഴിച്ചു, മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ടേയിരുന്നു ഇവരെ വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടിയിട്ട്. ഒരേ മതത്തിൽപ്പെട്ടവർ ഇന്ന് വലിയ ഹിന്ദു ഐക്യമൊക്കെ പറയും, നമ്പൂതിരി മുതൽ നായാടി വരെയെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വരും. ചരിത്രം അറിയുന്ന ഏതൊരുത്തിനും ചിരി വരും. കാരണം ഐക്യം സാധ്യമല്ല. ഇത് സാമൂഹികപരമായിട്ട്, മതപരമായി, ഭാഷാപരമായി എല്ലാം കൊണ്ടും വ്യത്യസ്തരായി നിൽക്കുന്ന രണ്ടു കൂട്ടരാണ്. അവർണരെന്ന് പറയുന്നവരും മറ്റൊരു, ഇത് രണ്ടാണ്, ഒരിക്കലും ചേരുകയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ വെള്ളം കൂടി മുട്ടിക്കുന്ന കാര്യമൊക്കെ അംബേദ്കറുടെ സമ്പൂർണ്ണ കൃതികളിൽ 9-ാം വാല്യത്തിൻ്റെ പേജ് 49-ലും 50-ലും ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാനിത് ഫേസ്ബുക്കിലെ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച നടത്താറുള്ളതാണ്. അപ്പോൾ ഇവർ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, അതിലെന്താണ് എപ്പോഴും ഈ പാസ്റ്റിൽ തന്നെ ജീവിക്കുന്നത്, പ്രസൻറ്റിലേക്ക് വാ, അതിലെപ്പോഴും ഇങ്ങനെ ഈ പഴയ കാര്യം പോലെ അതൊക്കെ പണ്ട് നടന്നതല്ലേ, ഒക്കെ കഴിഞ്ഞു പോയില്ലേന്ന്. ഇല്ല, പണ്ട് നടന്നതല്ല, ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഉത്തരേന്ത്യയിൽ കേരളത്തിൻ്റെ ഈ സാഹചര്യത്തിൽ, കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ, കേരളത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും കണക്കിലെടുക്കരുത്, ചിന്തിക്കരുത്. അവിടേക്ക് പോട്ടെ, ആര്യാവർത്തത്തിലേക്ക് പോട്ടെ. ആര്യാവർത്തത്തിൽ നിന്ന് വരുന്ന വിവരങ്ങളെല്ലാം ഇതുപോലെയൊക്കെ തന്നെയാണ് ഇന്നും. 2017 ഏപ്രിൽ 29 ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന വാർത്തയുണ്ട്. നിങ്ങൾ നെറ്റിൽ പരത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ കിട്ടും. ഞാനിപ്പോൾ ഒരെണ്ണം ഉദാഹരണത്തിന് എടുത്തതേ ഉള്ളൂ. 2017 ഏപ്രിൽ 29 മാത്രം. അത് മാത്രമല്ല, ഇഷ്ടം പോലെയുണ്ട്. മധ്യപ്രദേശിലെ മാൾവ ജില്ലയിലുള്ള ഒരു ദളിതൻ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ കല്യാണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ബാൻഡ് മേളം അദ്ദേഹം ബുക്ക് ചെയ്തു, ബാൻഡ് മേള ടീമിനെ ബുക്ക് ചെയ്തു. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ തന്നെ ഈ സവർണർ വന്നിട്ട് പറഞ്ഞു, സവർണ ഹിന്ദുക്കൾ വന്നിട്ട് പറഞ്ഞു, പാടില്ല, ബാൻഡ് മേളം ഞങ്ങളുടെ ആളുകളുടെ കല്യാണത്തിന് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാൻ പാടില്ല, അത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ള അവകാശമാണ്, നിങ്ങൾക്ക് ആ അവകാശമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെ കോമഡി നോക്കണം. ഈ ബാൻഡ് മേളം എന്ന് പറയുന്നത് ഇന്ത്യൻ വാദ്യമല്ല ബാൻഡ് മേളം എന്ന് പറയുന്നത്. ഇതൊക്കെ യൂറോപ്യൻ വാദ്യമാണ്. യൂറോപ്യൻ വാദ്യം ഇവിടേക്ക് വന്നു, രണ്ടു കൂട്ടർക്കും അത് ഉപയോഗിക്കാം. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ പറഞ്ഞില്ല, അത് ഞങ്ങൾക്ക്, അത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ള അവകാശമാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഏതായാലും ഇവരത് ഇതാക്കാൻ പോയില്ല. സവർണരുടെ ഭീഷണിയൊന്നും ദളിതർ കൂട്ടാക്കിയില്ല. അവർ ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് ബാൻഡ് മേള ടീമിനെ വരുത്തി ബാൻഡ് വാദ്യമൊക്കെ അങ്ങ് വായിച്ച് നല്ല ആഘോഷമായിട്ട് കല്യാണം നടത്തി. പിറ്റേ ദിവസം വെള്ളം എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് മണ്ണെണ്ണ ഒഴിച്ചിരിക്കുന്നു. മണ്ണെണ്ണ വല്ല കട്ടിയിൽ മുകളിലിങ്ങനെ, വെള്ളത്തിൻ്റെ മുകളിലിങ്ങനെ കിടക്കുകയാണ്. 2017 കാര്യമാണ്. 2017 ഏപ്രിൽ 29 വന്ന വാർത്തയാണ്. അപ്പോൾ ഈ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് വെള്ളം കൂടി മുട്ടിക്കുന്ന പരിപാടി പണ്ടത്തെ മാത്രമല്ല, പാസ്റ്റിലല്ല, അതൊരു ആർഷഭാരത കലാപരിപാടിയാണ്. ഏതൊരു കാലത്തും അവരതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയണം. ഇത് മാത്രമല്ല, ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്.
ആര്യാവർത്തത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ മാത്രമല്ല പണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ദളിതുകൾ സ്വയം ബ്രിട്ടീഷുകാർ പറഞ്ഞു നിങ്ങൾ ഇനി മുതൽ ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണ്, നിങ്ങൾ ഹിന്ദുക്കളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പലരും അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ പിന്നെ അവർക്ക് മനസ്സിലായി ഇവർ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ ഞങ്ങൾ ഹിന്ദു അല്ല എന്നുള്ള നില തന്നെ മാറാൻ തുടങ്ങി, അതിൽ നിന്ന് മാറി ഇതാകാനൊക്കെ തുടങ്ങി. പിന്നീട് ബ്രിട്ടീഷുകാർ അവർക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ട് പോകേണ്ടി വരുന്നുള്ള മനസ്സിലായി. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരിവിടെ ഉള്ള ജനങ്ങൾക്ക് സ്വയംഭരണം കൊടുക്കാൻ തീരുമാനിച്ചു. ആദ്യം സ്വയംഭരണം, അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം. അപ്പോൾ ഈ ചുമ്മാ അങ്ങ് വിട്ടച്ച് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഇവർക്കറിയില്ല. നാടാകെ കലാപവും മറ്റു പലതും വരും, അരാജകത്വം വരും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി സ്വയംഭരണം കൊടുത്ത് ഇലക്ഷനിൽ ഇവരാളുകളെ ഇന്ത്യക്കാരെ തന്നെ ഇലക്ഷനിൽ നിർത്തി മത്സരിപ്പിച്ച് നിയമനിർമ്മാണ സഭകളിലേക്ക് കൊണ്ടുവരിക, അവർക്ക് പ്രാക്ടീസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വാതന്ത്ര്യം എന്നുള്ള നിലയിലാണത് പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ചെയ്ത പരിപാടി പ്രാതിനിധ്യം, ഭരണത്തിനകത്ത് പ്രാതിനിധ്യം വേണം, എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം വേണം. അതുകൊണ്ട് സംവരണം എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർക്കണം, ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ജോലി സംവരണമൊന്നുമല്ല, അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാകാനുള്ള സംവരണമാണ്. ജനസംഖ്യാനുപാതത്തിൽ, അതായത് ഹിന്ദുക്കൾ ഇത്ര ശതമാനം ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അതിന് ആനുപാതികമായ പ്രാതിനിധ്യം ഹിന്ദുക്കൾ അവിടെ വേണം. ക്രിസ്ത്യാനികൾ ഇത്ര ശതമാനം ഉണ്ടെങ്കിൽ അതിന് ആ ജനസംഖ്യാനുപാതികമായിട്ട്, മുസ്ലിങ്ങൾ ഇത്ര ശതമാനം ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ദളിത് വിഭാഗങ്ങൾക്ക്, അവർണ്ണ വിഭാഗങ്ങൾക്കും ജനസംഖ്യാനുപാതത്തിൽ പ്രാതിനിധ്യം കൊടുക്കാൻ തീരുമാനിച്ചു, സംവരണം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് വാസ്തവത്തിൽ ഇത് ദളിതുകൾക്ക് വളരെ പ്രയോജനമുള്ളൊരു സംഭവമാണ്. കാരണം ഇതുവരേക്ക് അവർ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ജനതയാണ്. അവരെ മേൽ കുതിര കയറുകയായിരുന്നു, അവർ ഭരിക്കപ്പെട്ടുകൊണ്ടിരുന്നവരാണ്. ഇപ്പോഴാണ് അവർക്ക് ഭരണത്തിലേക്ക് കയറാനുള്ളൊരവസരം വരുന്നത്. അപ്പോൾ ദളിത് വിഭാഗങ്ങളെല്ലാം ഇതിനെ സ്വാഗതം ചെയ്തു. പക്ഷേ ഇതിനെ എതിർത്ത ഒരാളുണ്ട്, അത് കൊടുക്കാൻ പാടില്ല, ദളിതുകളെ ഭരണത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എതിർത്തൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ MK ഗാന്ധി എന്നാണ്, മഹാത്മാഗാന്ധി എന്ന് പൊതുവെ വിളിക്കും. ഇദ്ദേഹം ശക്തമായിട്ട് എതിർത്തു, പറ്റില്ല എന്ന് പറഞ്ഞു, ദളിതുകൾക്ക് ഇങ്ങനെ സംവരണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെ സംവരണം കൊടുത്താൽ അത് ഹിന്ദു മതത്തിൻ്റെ കൂമ്പ് വാട്ടും, സവർണ്ണ ഹിന്ദുത്വത്തിന് അത് ഭയങ്കര അടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസംഖ്യാനുപാതത്തിലേക്ക് വരുമ്പോൾ ഈ സവർണ്ണ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് സത്യത്തിലൊരു ന്യൂനപക്ഷമാണ്, അധികമൊന്നുമില്ല, അവർ ന്യൂനപക്ഷമാണ്. അവരെക്കാളും വളരെയധികമാണ് ഇവിടെയുള്ള അവർണർ, ദളിതർ, പിന്നെ മുസ്ലിങ്ങൾ ഒക്കെ, ഇവരെല്ലാം കൂടി ചേരുമ്പോൾ വലിയൊരു ഇതായിട്ട് വരും. അപ്പോൾ ഇവർക്കെല്ലാം പ്രതിനിധികളുണ്ടായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഭരണം ദളിതരുടെയും അവർണരുടെയും മുസ്ലിങ്ങളുടെയും കയ്യിലിരിക്കും, അവർ ഭരിക്കും. ഇത്ര നാളും ഇവരെ ഭരിച്ചുകൊണ്ടിരുന്നവരെ ഇനി തിരിച്ചു ഭരിക്കും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് MK ഗാന്ധി അതിനെ എതിർത്തത്. അപ്പോൾ അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞു ഇത് ശരിയാകുന്ന കാര്യമല്ല. കാരണം ദളിതുകളെന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണ്, അവർ ഹിന്ദുക്കളാണ്, അവർക്ക് പ്രത്യേകമായി സംവരണം കൊടുക്കേണ്ടതില്ല. ഹിന്ദുക്കൾക്കുള്ള സംവരണത്തിനകത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കട്ടെ, പക്ഷേ അവർക്ക് പ്രത്യേക സംവരണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇതിനെ ശക്തമായിട്ട് എതിർത്തു. എന്നാൽ അംബേദ്കർ ഇതിനെ വളരെ വീറോടുകൂടി തന്നെ അദ്ദേഹവും തിരിച്ചെതിർത്തു. ഇത് പറ്റില്ല എന്ന് പറഞ്ഞു, ഇദ്ദേഹം ചെയ്യുന്നത് തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇതിൻ്റെ പേരിൽ വളരെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ വട്ടമേശ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. 3 വട്ടമേശ സമ്മേളനം നടന്നു. ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൻ്റെ സമയത്ത് കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും ഞങ്ങൾ സഹകരിക്കില്ല, ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. പക്ഷേ അംബേദ്കർ പങ്കെടുത്തു. ദളിതുകൾക്ക് വേണ്ടി അദ്ദേഹം വാദിക്കുകയും തൻ്റെ ഭാഗം അവതരിപ്പിക്കുകയും ചെയ്തു. മറ്റുള്ളവർ അത് അംഗീകരിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിന് പോകാണ്ടിരിക്കാൻ നിർവാഹമില്ല. കോൺഗ്രസ് അവരുടെ പ്രതിനിധിയായിട്ട് ഗാന്ധി അയച്ചു. ഗാന്ധി അവിടെ ചെന്നിട്ട് അംബേദ്കറുടെ വാദങ്ങളൊന്നും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അംബേദ്കർ വളരെ വ്യക്തമായിട്ട് രേഖകൾ, പുരാണ ഗ്രന്ഥങ്ങൾ, മനുസ്മൃതി പോലെയുള്ളത്, ഇവരുടെയൊക്കെ പ്രമാണ ഗ്രന്ഥങ്ങൾ, പിന്നെ ചരിത്ര ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം എടുത്തു വെച്ചിട്ട് അദ്ദേഹം തെളിയിച്ചു നിങ്ങളും തമ്മിലൊരു ബന്ധമില്ല, ഞങ്ങൾ ഹിന്ദുമതത്തിൽ ഉൾപ്പെടുന്നവരല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സംവരണം വേണം. അത് ഗാന്ധിക്ക് അവിടെ ഭയങ്കര ക്ഷീണമായി. കാരണം ഗാന്ധിയുടെ വാദങ്ങളൊന്നും വിലപ്പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ 3-ാം വട്ടമേശ സമ്മേളനം നടന്നു. അതിലേക്ക് കോൺഗ്രസ് പ്രതിനിധികളൊന്നും അയച്ചില്ല. അതിലും അംബേദ്കർ പങ്കെടുത്തു. അദ്ദേഹം തൻ്റെ വാദം അവതരിപ്പിച്ചു. അവസാനം അപ്പോഴും പ്രശ്നം ഇവരംഗീകരിക്കുന്നില്ല. ഗാന്ധി പറയുന്നത് ദളിതുകളെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം എനിക്കാണെന്നാണ്, ഞാനാണ് ദളിത് പ്രതിനിധിയായിട്ട് ഇവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നതെന്നാണ് 2-ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധി പറയുന്നത്. അപ്പുറത്ത് ദളിതനായി ജനിച്ച് ജീവിച്ച് ദളിതർക്ക് വേണ്ടി നിലകൊള്ളുന്ന അംബേദ്കറുണ്ട്, രട്ടാമലൈ ശ്രീനിവാസനുണ്ട്, പലരും ഉണ്ട് അവിടെ. എന്നിട്ടാണ് ഗാന്ധി പറയുന്നത് ഇവർക്ക് ആർക്കും ദളിതുകളെ പ്രതിനിധീകരിക്കാനുള്ള അവകാശമില്ല, അതെനിക്കാണെന്നും പറഞ്ഞാണ് വാദിച്ചത്. അതൊക്കെ അംബേദ്കർ തകർത്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തർക്കം രൂക്ഷമായി കഴിഞ്ഞപ്പോൾ അവസാനം രാജാവ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എന്താണോ അത് ഞങ്ങൾ അംഗീകരിക്കാമെന്ന് ഒരു കൂട്ടരും പറഞ്ഞു.
ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് തീരുമാനം പറയുന്നത്. അത് കമ്മ്യൂണൽ അവാർഡ് എന്നറിയപ്പെടുന്നു. ഗൂഗിളിൽ പോയി നോക്കിയാൽ മതി കമ്മ്യൂണൽ അവാർഡ് എന്താണെന്ന്. അംബേദ്കർ പറഞ്ഞ വാദങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഈ ദളിത് വിഭാഗങ്ങൾക്ക് ഭരണത്തിൽ പ്രാതിനിധ്യം കൊടുക്കുവാനുള്ള തീരുമാനമാണ്. അതാണ് കമ്മ്യൂണൽ അവാർഡ്. ഈ കമ്മ്യൂണൽ അവാർഡ് അവർ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. പൂനെക്കടുത്തുള്ള ഏർവാദ എന്ന് പറയുന്ന ഏർവാദ ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു, ദളിതുകൾക്ക് മത്സരിക്കാം, അവർക്ക് സംവരണം കൊടുത്തിരിക്കുന്നു, ഇലക്ഷനിൽ മത്സരിക്കാനുള്ള സംവരണ സീറ്റുകൾ അവർക്ക് അനുവദിച്ചിരിക്കുന്നു. ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിന് മുമ്പോ അതിന് ശേഷമോ ചെയ്യാത്തൊരു കാര്യം ചെയ്തു. അദ്ദേഹം നിരാഹാരം ഇരുന്നു എന്ന് പറയുമ്പോൾ അതിന് മുമ്പോ പിമ്പോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഗാന്ധി ഇഷ്ടംപോലെ നിരാഹാരം ഇരുന്നിട്ടുള്ള ആളാണ്. പക്ഷേ ആ നിരാഹാരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നിരാഹാരത്തിന് മുമ്പോ പിമ്പോ അദ്ദേഹം ഇരുന്നിട്ടില്ല. കാരണം അതിന് അദ്ദേഹം പറഞ്ഞത് മരണം വരെ നിരാഹാരമെന്നാണ്. ഗാന്ധി അതിന് മുമ്പുള്ള അതിന് ശേഷം വന്നിട്ടുള്ള എല്ലാ നിരാഹാരങ്ങൾക്കും പറഞ്ഞിരിക്കുന്നത് ലക്ഷ്യം നേടുന്നത് വരെ നിരാഹാരമെന്നാണ്. ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഞാനിത് അവസാനിപ്പിക്കും. പക്ഷേ ഈ ഒരു കേസിൽ മാത്രം ലക്ഷ്യം നേടുന്നവരെ എന്നല്ല പറഞ്ഞത്, മരണം വരെ. എന്ന് വെച്ചാൽ ഈ കാര്യം ദളിതുകൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാകുന്ന കാര്യത്തിന് വേണ്ടി അത് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവനും കൊടുക്കാൻ തയ്യാറാണെന്നാണ് ഗാന്ധി പറഞ്ഞത്. മരണം വരെ ഞാൻ അതിനുവേണ്ടി എൻ്റെ ജീവൻ കൊടുക്കും, ഞാൻ മരിക്കാനും തയ്യാറാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മരണം വരെ നിരാഹാരം എന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി ഓക്കെ ഇതാണ്. പക്ഷേ അതിലൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് മരണം വരെ എന്നുള്ളത്. മരണം വരെ നിരാഹാരം എന്ന് പറഞ്ഞാൽ ഒരേ സംഭവമേ ഉള്ളൂ, അത് ഈ ദളിതുകൾക്ക് അധികാരം കിട്ടുന്ന കേസാണ്. ഇങ്ങനെ ഇദ്ദേഹം നിരാഹാരം കിടക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ പ്രഷർ അംബേദ്കർക്ക് നേരെ വന്നു. അംബേദ്കറോട് പലരും പറഞ്ഞു ഗാന്ധി ഓരോ ദിവസം കഴിയുന്നവരും ഗാന്ധിയുടെ നില വഷളാവുകയാണ്. അപ്പോൾ ഗാന്ധി മരിച്ചു പോകും, ഗാന്ധിയുടെ ജീവൻ വിലപ്പെട്ടതല്ലേ, നിങ്ങളൊന്ന് വിട്ടുവീഴ്ച കാണിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അംബേദ്കർ പറഞ്ഞു മിസ്റ്റർ എം കെ ഗാന്ധിയുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് അതിനേക്കാളും വിലപ്പെട്ടത് കോടിക്കണക്കിന് വരുന്ന എൻ്റെ ജനത്തിൻ്റെ ജീവനും ജീവിതവുമാണ്. അവരുടെ ജീവിതം ഇരുട്ടിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് അധികാരത്തിലുള്ള പങ്കാളിത്തത്തിന് ഇല്ലാതാക്കി അവരെ ഇനിയും ഈ സവർണരുടെ കീഴിലേക്ക് എറിഞ്ഞെടുത്തുകൊണ്ട് ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ദിവസങ്ങൾ നീണ്ടുപോകുന്തോറും ഗാന്ധിയുടെ ജീവൻ അപകടത്തിലാണ്. എന്തുണ്ടായെന്നറിയോ? പലയിടങ്ങളിലും ഈ അഹിംസാവാദികളെന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ ദളിതുകളെ ആക്രമിക്കാൻ തുടങ്ങി. പലയിടത്തും ദളിതുകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അവർക്ക് വേണ്ടി ചോദിക്കാൻ സാധാരണഗതിയിൽ ആരുമില്ല, ഇപ്പോഴും ആരുമില്ല, ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും പല പ്രദേശങ്ങളിൽ നിന്നുള്ള ദളിത് നേതാക്കൾ അംബേദ്കർക്ക് ടെലഗ്രാം അടിച്ച് കമ്പിയടിച്ച് പറഞ്ഞിരുന്നു, പ്രശ്നമില്ല, ഞങ്ങൾ താങ്കളുടെ പുറകെ തന്നെ നിൽക്കുന്നു, താങ്കളുടെ നിലപാടിലും താങ്കൾ പുറകോട്ട് പോകരുത്, ഞങ്ങൾ താങ്കളുടെ പുറകെ തന്നെ ഉണ്ടെന്ന്. അതുകൊണ്ട് അംബേദ്കർ പിന്നെയും പിടിച്ചു നിന്നു. അംബേദ്കർക്ക് മേലെയുള്ള പ്രഷർ പിന്നെയും രൂക്ഷമായി. ഗാന്ധിയുടെ ഘാതകൻ എന്ന് വരെ ആളുകൾ അംബേദ്കറെ വിളിക്കാൻ തുടങ്ങി. അംബേദ്കർക്ക് മനസ്സിലായി ഗാന്ധി എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ ദളിതുകൾ കൂട്ടക്കൊല ചെയ്യപ്പെടും. ഇന്ത്യാ വിഭജനത്തിൻ്റെ സമയത്ത് പിൽക്കാലത്തുണ്ടായതാണ്. ആ സമയത്ത് ഇന്ത്യാ വിഭജനമൊന്നും ആയിട്ടില്ല. 1930കളിലെ കാര്യമാണ് ഞാനിത് പറയുന്നത്. ഇന്ത്യാ വിഭജനത്തിൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടായ കൂട്ടക്കൊലയ്ക്ക് തുല്യമായ വിധത്തിൽ തന്നെ അന്നേ അത് അരങ്ങേറുമായിരുന്നു ദളിതുകൾക്ക് നേരെ. അപ്പം അങ്ങനെ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടെ അതിൽ നിന്ന് പിന്മാറി. ഈ കമ്മ്യൂണൽ അവാർഡ് ഞങ്ങൾക്ക് വേണ്ട, അപ്പോൾ ബ്രിട്ടീഷുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ദളിതുകൾ പറയണം ഞങ്ങൾക്ക് കമ്മ്യൂണൽ അവാർഡ് വേണ്ട, ഞങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണെന്ന് ദളിതുകൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങളിത് പിൻവലിക്കുള്ളൂ, അല്ലാത്ത കാലത്തോളം ദളിതുകൾക്ക് ഞങ്ങൾ അധികാരത്തിൽ പങ്കാളിത്തം കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ദളിതുകൾ ഇത് പിൻവലിക്കണമെന്നും പറഞ്ഞിട്ട് അംബേദ്കർക്ക് നേരെ ഈ പ്രഷർ വന്നത്. അവസാനം നിവൃത്തിയില്ലാതെ അദ്ദേഹം പിൻവലിച്ചു. ഞങ്ങൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം വേണ്ട, ഞങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു, ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ആ സീറ്റിനകത്ത് മത്സരിക്കാൻ ദളിതുകൾക്ക് അവസരം കിട്ടിയാൽ അത് മതി എന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചു കൊടുത്തു. അത് പൂനാ കരാർ എന്നാണ് അറിയപ്പെടുന്നത്. ആ പൂനാ കരാർ ഗാന്ധിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അന്നത്തെ ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റായിരുന്ന മദൻ മോഹൻ മാളവ്യയാണ്. ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് അന്ന് കോൺഗ്രസ്സിലും പ്രവർത്തിക്കാൻ ഒരു തടസ്സവും ഉണ്ടായില്ല. രണ്ടു കൂട്ടരുടെയും നിലപാടുകളൊക്കെ ഏകദേശം ആ കാലത്ത് ഒരുപോലെ തന്നെയാണ്. അന്ന് ഈ പൂനാ കരാർ കഴിഞ്ഞതിന് ശേഷം അംബേദ്കർ പറഞ്ഞൊരു വാചകമുണ്ട്, മിസ്റ്റർ എം കെ ഗാന്ധി നിങ്ങളിപ്പോൾ എന്നെ ഒരു ഹിന്ദുവാക്കി, പക്ഷേ ഞാനൊരു ഹിന്ദുവായിട്ട് മരിക്കുമെന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തു. അദ്ദേഹം മരിക്കുന്നതിന് 6 മാസം മുമ്പ് 6 ലക്ഷത്തോളം വരുന്ന അനുയായികളുമായി അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് ചേർന്നു. അങ്ങനെ ഒരു ബുദ്ധിസ്റ്റായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, അംബേദ്കർ എഴുതിയൊരു പുസ്തകമുണ്ട്, ബിവെയർ ഓഫ് മിസ്റ്റർ എം കെ ഗാന്ധി, മിസ്റ്റർ എം കെ ഗാന്ധിയെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞെഴുതിയ ഒരു കൊച്ചു പുസ്തകം. അത് അംബേദ്കർ സമ്പൂർണ്ണ കൃതികളിൽ അതുണ്ട്. ഗാന്ധിയും കോൺഗ്രസും അസ്പൃശ്യരോട് എന്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു വാല്യമുണ്ട്. അതിനകത്തൊരു അധ്യായമായിട്ടിത് ഈ പുസ്തകം വന്നിട്ടുണ്ട്. അതിനകത്താണ് ഈ കാര്യത്തിൻ്റെ ഇതിനകത്ത് ഉള്ളുകള്ളികളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഗാന്ധിയെ സൂക്ഷിക്കണമെന്ന് അദ്ദേഹം ദളിതുകളോടും അവർണരോടും പ്രത്യേകമായിട്ട് മുന്നറിയിപ്പ് നൽകുകയൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ ഏതായാലും ഈ സംഗതിയോടുകൂടി ഇതോടുകൂടെയാണ് ഇവരെല്ലാം, ഈ ദളിതരും അവർണരെല്ലാം ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടമതം മാറ്റമായിരുന്നു അത്. അതിനു മുമ്പ് പലരും ഇവിടെ വന്നിട്ടുണ്ട്, ഈ നാട്ടിൽ വന്നിട്ടുണ്ട്, അവർ മതം പ്രചരിപ്പിച്ചിട്ടുണ്ട്, ആളുകൾ ആ മതത്തിലേക്ക് ചേർന്നിട്ടുമുണ്ട്. പക്ഷേ അതൊക്കെ അവർ സ്വമേധയാ ചേർന്നതാണ്, അവരത് അറിഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ കേസാണെങ്കിൽ മിഷണറിമാർ വന്ന് സുവിശേഷം പറഞ്ഞ് അവരെ വർഷങ്ങളോളം കഴിഞ്ഞിട്ടൊക്കെയാണ് സ്നാനം കൊടുക്കുന്നത്. അവർ എത്രത്തോളം പഠിച്ചു എന്നൊക്കെ അറിഞ്ഞിട്ട് കൃത്യമായ ബോധ്യം വന്നെങ്കിൽ മാത്രമേ അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചേർത്തിരുന്നുള്ളൂ. ഇതങ്ങനെയൊന്നുമല്ല. ഇത് ഗാന്ധി എന്ന് പറയുന്ന ഒറ്റൊരു വ്യക്തിയുടെ നിർബന്ധത്തിൻ്റെ പുറത്ത് ഒരു കൂട്ടമതം മാറ്റമാണ്. ഒരു വിഭാഗം ജനം ഒന്നടങ്കം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അവർ പോലും അറിയാതെ ഹിന്ദുമതത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോയി. ഈ കൂട്ടമതം മാറ്റം നടത്തിയ ഈ കൂട്ടമതം മാറ്റ ലോബിയുടെ ആളുകളാണ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ മതം മാറ്റം നടക്കുന്ന ലോബിയാണെന്ന്. മതപരിവർത്തനത്തിൻ്റെ രാഷ്ട്രീയമെന്ന് ഞാനിതിന് തലക്കെട്ട് വെച്ച കാരണം ഇതാ. ഈ മതപരിവർത്തനം ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ നടത്തുന്ന മതപരിവർത്തനത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇതൊരു നിർബന്ധ മതപരിവർത്തനം, ഒരു കൂട്ടമതപരിവർത്തനം, ഒറ്റ ഒരു മനുഷ്യൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം നടന്നൊരു മതപരിവർത്തനം ചരിത്രത്തിലുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ പൂർവികരൊക്കെ, ഇതിനകത്ത് ഉൾപ്പെടാതിരുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട എൻ്റെ പൂർവികരൊക്കെ ഹിന്ദു മതത്തിലേക്ക് പോയത്, ഉൾപ്പെട്ടു പോയത്. അങ്ങനെയാണ്. അപ്പോൾ ആ കൂട്ടമതം മാറ്റം, അതിന് തുല്യമായിട്ടൊരു മതം മാറ്റം ഇന്ത്യ കണ്ടിട്ടില്ല. ആ മതമാറ്റം നടത്തിയ ആളുകൾ, അന്നത്തെ ഇരകളുടെ പിൻഗാമികൾ, അവർണർ, ഹിന്ദുക്കൾ, ദളിതുകളായിരിക്കുന്നവരൊക്കെയാണ് ഇന്ന് കൂടുതൽ ക്രിസ്ത്യാനികളെ എതിർക്കാനായിട്ട് വരുന്നത്. ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ്. അവൻ എങ്ങനെയാണ് അതിനകത്ത് എത്തിപ്പെട്ടതെന്ന് ചോദിച്ചാൽ അവൻ്റെ പൂർവികർ അവർ പോലും അറിയാതെ അതിനകത്തേക്ക് എത്തിപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ്റെ നിർബന്ധം കൊണ്ട് ജീവൻ കൊടുക്കാൻ, ഈ കൂട്ടർക്ക് അധികാരം കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ജീവൻ കളയാനും തയ്യാറാണെന്നുള്ള പ്രസ്താവന, കൃത്യമായ വാക്ക് പറഞ്ഞില്ല, പക്ഷേ ആശയം അതാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ ഒരു പ്രത്യേകമായൊരു നിർബന്ധത്താൽ, ബലപ്രയോഗമെന്ന് തന്നെ പറയാം, അംബേദ്കറുടെ മേലെ വന്നത് അത്ര പ്രഷറായിരുന്നു, അത്ര ബലപ്രയോഗമാണ്. അങ്ങനെ ഹിന്ദുമതത്തിലേക്ക് ചേർന്ന് പോയവരാണ്, അതിൻ്റെ പിൻഗാമികളാണ് ഇന്ന് നമ്മളെ ആക്രമിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് നേരെ തിരിയുന്നത്. അപ്പോൾ ഏതായാലും ഈ പൂനെ കരാറിന് ശേഷം ദളിതുകൾ കൂടി പിന്നെ ഹിന്ദുമതത്തിൽ ഉൾപ്പെടുകയും ഗാന്ധി പിന്നെ അതിന് ശേഷമാണ് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഹരിജൻ എന്ന് വിളിച്ചുകൊണ്ട്, ഇവരൊക്കെ ഇനി ഹരിജനങ്ങളാണെന്ന് പറഞ്ഞു. ആ വിളിയാണ് അംബേദ്കറെ ഭയങ്കരമായിട്ട് പ്രകോപിപ്പിച്ചത്, ഹരിജൻ എന്നുള്ള വിളി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ടോപ്പ് ക്ലാസ് ലെവലിൽ നിൽക്കുന്ന ഒരു പുസ്തകമുണ്ട്, ജാതി ഉന്മൂലനം എന്ന് പറയും. ജാതി ഉന്മൂലനം ഗാന്ധിയെ വളരെ ശക്തമായി തന്നെ കയറി ആക്രമിക്കുന്നുണ്ട്. ആ കാരണം ഈ ഒരു വിളിയാണ്. കാരണം ഹരിജൻ എന്ന് പറയുമ്പോൾ ഗാന്ധി പറഞ്ഞ് ഹരി എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ ജനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം, ഇവരൊക്കെ ഇനി ദൈവത്തിൻ്റെ ജനമാണെന്ന്. പക്ഷെ ഗാന്ധി ഗുജറാത്തുകാരനാണ്. അവിടെ ഹരിജൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വേറെയാണ്. ഗുജറാത്തിലെ ചില അമ്പലങ്ങളിൽ ദേവദാസികളുണ്ട്. ദേവദാസികളെന്ന് പറയുന്നത് നമുക്കറിയാം, ആത്മീയതയുടെ മൂടുപടമിട്ട വ്യഭിചാരമാണ് അവിടെ നടക്കുന്നത്. ആ വ്യഭിചാരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛനാരാണെന്ന് അറിയില്ല. അപ്പോൾ അവരെ വിളിച്ചിരുന്നത് ഇവർ ദൈവത്തിൻ്റെ മക്കൾ, വിഷ്ണുവിൻ്റെ മക്കളാണെന്നും പറഞ്ഞു. കാരണം അമ്പലത്തിനകത്ത് വെച്ച് അമ്പലത്തിലെ പൂജാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമാണിമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ കുഞ്ഞാണിത്. അപ്പനാരാന്നറിയാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം എന്ന് വെച്ചാൽ വേശ്യാപുത്രൻ, ആശയമാണ് ഹരിജൻ എന്നുള്ള വാക്കിനുള്ളത്. അതറിയാവുന്നതുകൊണ്ടാണ് തന്നെ അങ്ങനെ വിളിച്ചു എന്നും പറഞ്ഞിട്ടാണ് അംബേദ്കർ അത്ര ശക്തമായിട്ട് ഈ ജാതി ഉന്മൂലനം എന്ന് പറയുന്ന ഗ്രന്ഥം പിന്നെ എഴുതുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഈ ഹരിജൻ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പ്രവർത്തിക്കാനൊക്കെ തുടങ്ങി. പലരുടെയും മനസ്സുകൾക്കൊക്കെ മാറ്റം വരികയും ഒരുമാതിരി ഹിന്ദുക്കൾ ഇവരെ അംഗീകരിക്കാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന വിധത്തിൽ അവർണരെയും ദളിതരെയും ഒക്കെ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവരും അംഗീകരിച്ച്, പൂർണ്ണമായിട്ട് അംഗീകരിച്ചെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും അവർ അംഗീകരിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പം നേരത്തെ കണ്ടല്ലോ. കിണറ്റിൽ ഇത് മണ്ണെണ്ണ കലിക്കുന്നത്. അതുമാത്രമല്ല, കുതിരപ്പുറത്ത് കല്യാണം നടത്താൻ വേണ്ടിയിട്ട് കുതിരപ്പുറത്ത്, ഉത്തരേന്ത്യയിലൊക്കെ കുതിരപ്പുറത്ത് പോവുകയാണെങ്കിൽ ആക്രമിക്കപ്പെടുകയാണ് വരൻ. കാരണം അത് ജാതി ഹിന്ദുവിൻ്റെ അവകാശമാണ്. വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണാം. ഹെൽമറ്റ് വെച്ചിട്ടാണ് വരൻ കുതിരപ്പുറത്ത് പോകുന്നത്. കാരണം തലയ്ക്ക് ഏറ് കിട്ടും. കല്ലിനെ ഈ ഇഷ്ടിയൊക്കെ എടുത്തിട്ട് മോളിൽ നിന്നൊക്കെ ഇവർ പോകുമ്പോൾ മോളിൽ നിന്നിട്ട് തലയ്ക്ക് എറിയാണ്. അതുകൊണ്ട് ഹെൽമറ്റൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അവിടെ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ കുറവാണ്. അവരെ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ അംഗീകരിക്കപ്പെട്ട ആളുകൾ ഞങ്ങൾ വലിയ സംഭവമാണെന്നും പറഞ്ഞിട്ടാണ് ഇന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞു വരുന്നത്. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഹിന്ദുമതത്തിലേക്ക് ഇങ്ങനെയുള്ളൊരു കൂട്ടമത പരിവർത്തനം ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടെയാണ്. അധികാരത്തിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ്. അധികാരത്തിലേക്ക് എത്തുവാൻ വേണ്ടി ദളിതരെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർത്തു. അത്രമാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല.
ഇലക്ഷൻ നടക്കുമ്പോൾ ഇവർക്ക് പ്രത്യേകമായ സംവരണ സീറ്റിൽ ഇവർ അധികാരത്തിലെത്താൻ പാടില്ല. അതിനുവേണ്ടി ചെയ്തൊരു കെണിയാണ്, ഒരു തന്ത്രമാണത്. അപ്പോൾ അങ്ങനെ ഒരു തന്ത്രം ഒരു കാലത്തും ക്രിസ്ത്യാനികളൊന്നും ഇവിടെയുള്ളവരോട് കാണിച്ചിട്ടില്ല. ഇവിടെയുള്ള ദളിതരോടായാലും അവർണരോട് ഒരു ജനവിഭാഗത്തോട് ഇവിടെയുള്ള ആരോടും ക്രൈസ്തവർ കാണിച്ചില്ല. ക്രൈസ്തവ മിഷണറിമാരിവിടെ വന്നു, അവർ ഇങ്ങനെയുള്ള ഒരു തന്ത്രവും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ ഈ ഹിന്ദുമതം ഇതിന് 100 വർഷത്തിൽ താഴെ പഴക്കമുള്ളൂ. ദളിതരെയും അവർണരെയൊക്കെ ഉൾക്കൊള്ളാൻ തുടങ്ങിയ ഹിന്ദുമതത്തിന് 100 കൊല്ലത്തിൽ താഴെയേ പഴക്കമുള്ളൂ. ഇന്ന് ഞങ്ങളിവിടുത്തെ ഏറ്റവും പുരാതനമായ ആളുകളാണ്, ഏറ്റവും പഴക്കമുള്ള മതമാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അവനോട് പറയണം, അധികം അങ്ങ് നീ നകളിക്കണ്ട, 100 കൊല്ലത്തിൽ താഴെ പഴക്കം നിനക്കിവിടെ ഉള്ളൂ എന്ന് പറയണം. ചരിത്രബോധം, അത് പറയാനുള്ള ചരിത്രബോധം നമുക്ക് വേണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഗാന്ധിയുടെ നിർബന്ധത്തിൽ വഴങ്ങി കൂട്ടമതം മാറ്റത്തിന് വിധേയരായി തീർന്ന ഈ അവർണ ജനവിഭാഗങ്ങൾക്കും ദളിതുകൾക്കും അവർക്ക് സംഭവിച്ചത് എന്താണ്? അതുപോലെ സ്വമേധയാ മതം മാറിയിരിക്കുന്ന ക്രൈസ്തവ മിഷണറിമാർ സുവിശേഷം അറിയിച്ച് സ്വമേധയാ മതം മാറിയ ദളിത് വിഭാഗത്തിലും അവർണ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഏതാണ് അവർക്ക് ഗുണകരമായി തീർന്നത്? അതുകൂടെ പരിശോധിച്ചുകൊണ്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ 2 ഭാഗങ്ങൾ ഞാൻ വായിക്കുകയാണ്. സഹോദരൻ അയ്യപ്പൻ എഴുതിയിട്ടുള്ള ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു പ്രബന്ധമുണ്ട്. അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ക്രൈസ്തവ വിജ്ഞാനകോശത്തിൽ ഉദ്ധരണിയായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏത് മുക്കിലും മൂലയിലും പണവും വിദ്യയും മരുന്നും സുവിശേഷവും കൊണ്ടുചെന്ന് മനുഷ്യൻ്റെ ലൗകികവും ആത്മീകവുമായ ആവശ്യങ്ങളെ നിർവഹിപ്പാനും ആശ്വസിപ്പാനും അവനെ അഭിവൃദ്ധി മാർഗങ്ങളിലേക്ക് പിടിച്ചു കയറ്റാനും അസംഖ്യം മിഷണറിമാർ ഒരുക്കമുണ്ട്. ക്രിസ്ത്യാനികളായാൽ അവർക്ക് പള്ളിക്കൂടം, വ്യവസായശാല എല്ലാം ഉണ്ടാകും. ഹിന്ദു ചാന്നാന്മാർ ഇന്നും പനയുമായുള്ള ചങ്ങാത്തം വിട്ടിട്ടില്ല. എന്നാൽ ക്രിസ്തുമതത്തിൽ ചേർന്ന ചാന്നാന്മാർ രാജകീയ കോളേജിലെ പ്രൊഫസർ സ്ഥാനം വരെ ഉയർന്നു. ഹിന്ദു പറയന്മാർ ഇന്നും പറയന്മാർ തന്നെ. ക്രിസ്തുമതത്തിൽ ചേർന്ന പറയന്മാർ ദർബാർ ഫിസിഷ്യൻ സ്ഥാനം വരെ എത്തി. ഇത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ എഴുതിയതാണ്. ദൃക്സാക്ഷിയായ ആൾ പറയാണ്, ചാന്നാന്മാർ പനയെത്തലാണ് അവർ തൊഴിൽ. അതാ പറയുന്നത്, പനയുമായിട്ടുള്ള ചങ്ങാത്തം വിട്ടിട്ടില്ല. അവർ ചെത്തുകത്തിയും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പോഴും ഹിന്ദു പറയന്മാർ. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന പറയന്മാർ അവരുടെ കയ്യിലിരിക്കുന്ന കത്തി വേറെയാണ്, അത് ഓപ്പറേഷൻ ചെയ്യുന്ന കത്തിയാണ്, സർജൻ്റെ കത്തിയാണ്. മാറ്റം. ഇനി CV കുഞ്ഞിരാമൻ 1930-കളിൽ എഴുതിയ ഈഴവരുടെ മതപരിവർത്തന സംരംഭം എന്ന് പറയുന്ന ഒരു ചെറിയ കൃതിയുണ്ട്. ഈഴവർ ഹിന്ദുമതം ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും മതത്തിലേക്ക് ചേരണമെന്ന് SNDP ഒരു പ്രമേയം പാസ്സാക്കി. ആ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ഏത് മതത്തിലേക്ക് ചേരണമെന്നുള്ളത് തീരുമാനിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കുന്നതിന് മുമ്പേ തന്നെ ഹിന്ദുമതം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് ഈഴവരുടെ ഇടയിൽ ഭയങ്കര യുവാക്കളാണ് അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. SNDPയിൽ അത് ഭയങ്കര ഇതൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ പലരും പല മതത്തിൽ ചേരേണ്ട കാര്യം പറഞ്ഞു. ഭൂരിപക്ഷം പേരും ക്രിസ്ത്യാനിറ്റിയിലേക്കാണ് പോകേണ്ടത്, നമ്മൾ ക്രിസ്തു മതത്തിലേക്കാണ് ചേരേണ്ടതെന്നുള്ള വാദമാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്. 1930 ഈ തിരുവിതാംകൂർ ഹൈക്കോടതി വക്കീലായിരുന്ന C മാധവൻപിള്ള, ഈഴവ നേതാവാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. 18 ലക്ഷം ഈഴവർക്ക് ക്രിസ്തുവല്ലാതെ ഗത്യന്തരമില്ല എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് കഴിഞ്ഞ് പിന്നെ എഴുതപ്പെട്ടതാണ് ഈഴവരുടെ മതപരിവർത്തന സംരംഭം. ആ പുസ്തകത്തിനകത്തും CV കുഞ്ഞിരാമൻ നമ്മൾ ക്രിസ്തുമതമാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ക്രിസ്തുമതം സ്വീകരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ക്രിസ്തുമതത്തിൽ ചേർന്നിട്ടുള്ള ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക സ്ഥിതിയിലും രാഷ്ട്രീയ സ്ഥിതിയിലും സ്ഥിരമായ അഭിവൃദ്ധി നാം സർവത്ര കാണുന്നുണ്ട്. ഹിന്ദുമതത്തിൽ ചില ജാതിക്കാർക്കല്ലാതെ അഭിവൃദ്ധിക്ക് മാർഗം കാണുന്നില്ല. ബഹുഭൂരിപക്ഷമുള്ള മറ്റു ജാതിക്കാരെ ഹിന്ദുമതം അധകൃതരാക്കി അടിമാവസ്ഥയിലാണ് ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടിമാവസ്ഥയിൽ നിന്ന് അധകൃത ലക്ഷങ്ങൾക്ക് സ്വല്പമായ മോചനമെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രവർത്തിച്ചിട്ടുള്ളത് ക്രിസ്തുമതവും ക്രൈസ്തവ മിഷണറിമാരും ആകുന്നു. അധകൃതോദ്ധാരണത്തിനായി ക്രൈസ്തവ മിഷണറിമാർ ചെയ്തു വരുന്ന യത്നങ്ങളും അതിനായി അവർ സഹിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളും അതിനുവേണ്ടി അവർ യൂറോപ്പ് രാജ്യങ്ങളിൽ നിന്ന് സംഭരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചിലവാക്കിയിട്ടുള്ള പണവും എത്രയാണെന്ന് ഒരു കണക്കുമില്ല. സർക്കാർ സ്കൂളുകളിൽ പ്രവേശനമില്ലാതിരുന്ന കാലത്ത് ഈഴവർക്കും മറ്റ് വിദ്യ പ്രദാനം ചെയ്തു വന്നത് ക്രൈസ്തവ മിഷണറിമാരുടെ ധർമ്മപ്പള്ളിക്കൂടങ്ങളിലായിരുന്നു. ജാതി സംബന്ധമായ ശല്യങ്ങളുടെ നിവാരണത്തിന് വേണ്ടി അവർ എന്തുമാത്രം ശ്രമിച്ചിട്ടുണ്ടെന്ന് അവർണ സ്ത്രീകൾ നഗ്നത മറച്ച് നടക്കാനുള്ള അവകാശ സ്ഥാപനത്തിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈഴവർക്ക് നിയമസഭയിൽ ഈയിടെ ലഭിച്ച റിസർവേഷൻ തന്നെയും അതിനായി നടത്തിയ പ്രക്ഷോഭത്തിൽ ക്രിസ്ത്യാനികളുടെ ശക്തിയേറിയ സഹകരണം ഉണ്ടായിരുന്നുകൊണ്ട് ലഭിച്ചതാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുമതത്തിൽ ചേരേണ്ടത്? അവർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് ആ സമയത്ത് തന്നെ മറ്റൊരു കൂട്ടരുണ്ട്, ക്രിസ്തുമതത്തിൽ ചേരാൻ പാടില്ല, ഹിന്ദുമതം ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരാളാണ് കുമാരനാശാനൊക്കെ, ഹിന്ദുമതം ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്തേക്ക് വരുമ്പോൾ അദ്ദേഹം കുമാരനാശാനോട്ട് ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട്. ഞാനതും കൂടി വായിക്കാം.
അന്നത്തെ ഈഴവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 8.25 ലക്ഷമാണ്. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, 8.25 ലക്ഷം വരുന്ന ഈഴവരിൽ 4000 പേരൊഴിച്ചാൽ ബാക്കിയുള്ളവരുടെ ഗതി എന്താണ്? നമ്മിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾ അതികഠിനമായ ദേഹോദ്ധാനം ചെയ്ത് ദേഹദേഹികൾ തമ്മിൽ വേർപെട്ടു പോകാതെ സൂക്ഷിക്കുവാൻ പാടുപെടുന്ന പച്ചപ്പാവങ്ങളാകുന്നു. നമ്മുടെ പ്രക്ഷോഭകന്മാരാകട്ടെ, ഉദ്യോഗസ്ഥന്മാരാകട്ടെ, സന്യാസി പ്രമുഖന്മാരാകട്ടെ ഈ പാവങ്ങളുടെ കുടിലുകൾ കണ്ടിട്ടുള്ളവരല്ലേ അല്ല. മഹാകവി കുമാരനാശാൻ ചാത്തൻ്റെ പുല്ലുമാടം വർണ്ണിച്ചത് ദൂരെ നിന്ന് നോക്കി സങ്കല്പശക്തിയാൽ ആണെന്നല്ലാതെ അതിനുള്ളിൽ കടന്ന് നോക്കിയായിരിക്കണമെന്ന് തോന്നുന്നില്ല. ചാത്തൻ്റെ പുല്ലുമാടം പോലെയുള്ള മാടങ്ങൾ കെട്ടി താമസിക്കുന്ന പാവങ്ങൾ നമ്മുടെ സമുദായത്തിൽ അനവധിയുണ്ട്. ഇവർക്ക് ആരാണ് ഒരു രക്ഷ? ഹിന്ദുമതോദ്ധാരണത്തിനും അധകൃതോദ്ധാരണത്തിനും നടക്കുന്ന മഹാമനസ്കന്മാരോ, സ്വർണ്ണപ്പല്ലക്കിൽ ആന, കുതിര, ഒട്ടകം മുതലായ അകമ്പടികളോടുകൂടെ വാദ്യമേള സഹിതം എഴുന്നള്ളുന്ന മതാധ്യക്ഷന്മാരായ ശങ്കരാചാര്യന്മാരോ ഈ കുടിലുകളെ തീണ്ടുകയില്ല. ക്രൈസ്തവ മിഷണറിമാരുടെ സ്ഥിതി അതാണോ? ക്രിസ്തു ചെയ്തതുപോലെ സാധുക്കളെയും ദീനന്മാരെയും ശുശ്രൂഷിക്കുകയും അവരെ ഉയർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തങ്ങളുടെ ഒഴിച്ചുകൂടാത്ത ധർമ്മകൃത്യമായി മിഷണറിമാർ കരുതിപ്പോരുന്നു. ക്രിസ്തുമതത്തിൽപ്പെട്ട പച്ചപ്പാവങ്ങളുടെ കുടിലുകളിൽ പോലും മിഷണറിമാരായ സായിപ്പന്മാരും മദാമമാരും അവരുടെ സഹപ്രവർത്തകന്മാരും ചെന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും മതോപദേശം നൽകുകയും ചെയ്യുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. മതഗ്രന്ഥങ്ങൾ ഭംഗിയായി അച്ചടിച്ച് നാമമാത്രമായ വിലയ്ക്കും വില കൂടാതെയും അവരുടെ ഇടയിൽ വിതരണം ചെയ്യുന്നു. അവർക്ക് തൊഴിലുകൾ ഉണ്ടാക്കി കൊടുക്കുവാൻ വ്യവസായ പാഠശാലകളും വ്യവസായശാലകളും സ്ഥാപിച്ചു കൊടുക്കുന്നു. ദീനന്മാരെ ശുശ്രൂഷിക്കുവാൻ ആശുപത്രികൾ സ്ഥാപിച്ച് ധർമ്മമായി ചികിത്സ നടത്തി വരുന്നു. കുഷ്ഠരോഗം പിടിപെട്ട 2 ഈഴവ സ്ത്രീകളെ കുഷ്ഠരോഗാശുപത്രിയിൽ വെച്ച് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ക്രൈസ്തവ നഴ്സുകൾ ദുരുപദേശം ചെയ്ത് ക്രിസ്തുമതത്തിൽ ചേർത്ത് കളഞ്ഞു എന്ന് ഈഴവരല്ലാത്ത ചില ലേഖകന്മാർ വർത്തമാന പത്രങ്ങളിൽ ബഹളം കൂട്ടി കണ്ടപ്പോൾ ഈ കുഷ്ഠം പിടിച്ച ഈഴവ സ്ത്രീകളെ കൊണ്ട് ഹിന്ദുക്കൾക്കുണ്ടായ ആവശ്യം അവരുടെ മനസ്സിനുണ്ടായ കുഷ്ഠരോഗമല്ലേ എന്ന് ഞാൻ വിസ്മയിച്ചു പോയി. നമ്മിലുള്ള സാധുക്കൾക്ക് ഉടയവൻ ഉണ്ടാകണമെന്ന് വരികിൽ അവരെ നാം ക്രൈസ്തവ മിഷണറിമാരെ ഏൽപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. ക്രിസ്തുമതത്തിൽ ചേർന്നിട്ടുള്ളവർ തന്നെ സവർണ ഹിന്ദുക്കളായാലും അവർണ ഹിന്ദുക്കളായാലും പാവങ്ങളായിരുന്നുവെന്ന് വിചാരിക്കുവാനാണ് അധിക ന്യായമുള്ളത്. കേരളീയ ഹിന്ദുക്കളുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന മരുമക്കത്തായവും കൂട്ടുകുടുംബ ഏർപ്പാടും മതഭ്രംശം വന്നവർക്ക് തറവാട്ടിൽ സംഭവിക്കുന്ന അവകാശ നഷ്ടവും നിമിത്തം ഒരുവിധം സ്വത്തുള്ള തറവാടുകളിൽ നിന്ന് മതപരിവർത്തനം ചെയ്യുവാൻ ആളുകൾക്ക് ഉത്സാഹമുണ്ടായെന്ന് വരുന്നതല്ല. സ്വത്തില്ലാത്ത പാവങ്ങൾ മാത്രമേ പൂർവിക കാലങ്ങളിൽ മതപരിവർത്തനം ചെയ്തിരിക്കുവാൻ ഇടയുള്ളൂ. അപ്രകാരം മതപരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളവരുടെ ഇന്നത്തെ സ്ഥിതി എന്താണ്? ധനസ്ഥിതിയിൽ അവർ ദിനേനെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പ്രത്യക്ഷമായി തന്നെ കാണാവുന്നതാണ്. ഇദ്ദേഹം ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത് പിൽക്കാലത്ത് എഴുതിയതല്ല. ആ സംഭവമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, മിഷണറിമാർ പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എഴുതിയതാണ്. ഇദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്. ഇതിന് ദൃക്സാക്ഷികളായ ആളുകൾ ആ സമയത്ത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളൊക്കെ ദൃക്സാക്ഷികളായ ആളുകൾ ജീവനോടെയുണ്ട്. ഇത് കാലഘട്ടത്തിൽ നേരെ പിടിച്ച ഒരു കണ്ണാടിയാണ് ഈ വരികളൊക്കെ. CV കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രാധിപരായിരുന്നു, ഈഴവ നേതാവായിരുന്നു, മുൻ തിരുകൊച്ചി മുഖ്യമന്ത്രി C കേശവൻ്റെ അമ്മായപ്പനുമായിരുന്നു. ക്രൈസ്തവ മിഷണറിമാർ മതപരിവർത്തനം നടത്തിയത് ഒരിക്കലും നിർബന്ധത്താലൊന്നുമല്ല. യാതൊരു വിധമായ ബലപ്രയോഗം ഒന്നും അതിനകത്തുണ്ടായില്ല. അവർ കൃത്യമായിട്ട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം കേട്ട് വിശ്വസിച്ച് വരുന്നവരെ അവർ തങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തു. അതാണ് ചെയ്തത്. അതിപ്പോൾ ഈ കാലത്തായാലും നമ്മളായാലും ചെയ്യും, ഏത് കാലത്തും ചെയ്യും. ആർക്കാണോ വിശ്വസിക്കാൻ താല്പര്യമുള്ളത് അവൻ വിശ്വസിച്ച് വരട്ടെ, അത്രയേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. മതപരിവർത്തന ലോബി എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കുന്നവരുടെ സ്ഥിതി അതല്ല. അവർ കൂട്ടമതപരിവർത്തനം നടത്തിയിട്ടുള്ളവരാ. മതപരിവർത്തന കുറേ ആളുകളെ ഈ അവർണ ജനവിഭാഗത്തേക്ക് അവരെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു മെച്ചവും അവർക്ക് കൊടുത്തിട്ടില്ല. അവരെ പിന്നെയും അടിമകളാക്കി തന്നെ വെച്ചിട്ടുള്ളൂ. ഇന്നും അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആളുകളാണ് നമുക്ക് നേരെ ഈ ആരോപണവുമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്കൊന്നും ചരിത്രത്തിൻ്റെ മുമ്പാകെ യാതൊരു വിലയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി മരിച്ചാൽ ക്രിസ്തുവിനായി